തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോടുള്ള ഒരു വലിയ ബീച്ചാണ് മുനക്കൽ ബീച്ച് എന്നും അഴീക്കോട് ബീച്ച് എന്നും അറിയപ്പെടുന്ന ഈ ബീച്ച്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചും ഇത് തന്നെയാണ്. കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലെ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാരിന് കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ സംരക്ഷണ ടൂറിസം പദ്ധതിയിലൊന്നായ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ കേരള തീരത്തെ സജീവമാക്കിയ ഒരു തുറമുഖമായിരുന്നു മുസിരീസ്, അഥവാ ഇന്നത്തെ ഈ മുനക്കൽ ബീച്ച്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ബീച്ച്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ പോയിൻറ്റുകളും ഒരുപാട് നടക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ബീച്ച്. വളരെ അപകട സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഇറങ്ങുന്നത് അപകടകരമാണ്, അതുപോലെ തന്നെ കുറ്റകരമാണ്. ഹോം ഗാർഡിൻ്റെയൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ചുഴിയുണ്ട്, കടൽ ചുഴിയുള്ള ഒരു ഏരിയ കൂടിയായിട്ടാണ് ഇവർ പറയപ്പെടുന്നത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലം കേട്ടോ. അവിടെ നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഇത് കാണാം. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കായലും കടലും ഒന്നായി ചേരുന്ന അഴിമുഖം കൂടിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ സുനാമി പുനരധിവാസ പദ്ധതിയിലാണ് ഈ ബീച്ച് വികസിപ്പിച്ചത്. 400 മീറ്റർ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും 1300 മീറ്റർ നടപ്പാതയും ഫുഡ് കോർട്ടുകളും കുട്ടികൾക്ക് ഉള്ള സ്കേറ്റ് ബോർഡിംഗ് ഗ്രിപ്പും ഒരു മൊബൈൽ ഷെൽട്ടർ എന്നിവയെല്ലാം ഈ ബീച്ചിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. അതുപോലെ തന്നെ കേരള വനം വകുപ്പ് സ്ഥാപിച്ച കാറ്റാടി വനവും ഇവിടുത്തെ മറ്റൊരു ആകർഷണം കൂടിയാണ്. എന്തായാലും നമ്മളിവിടെ വന്ന് കാണേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്, അടിപൊളി ബീച്ചാണ്. കടലിന് ഇപ്പുറത്തെ സൈഡിൽ കായലിനോട് ചേർന്ന് ചീനവലയിൽ മീൻ പിടിക്കുന്ന ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ടും നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ബോട്ടുകൾ പോകുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടും ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ ബീച്ചിന് അപ്പുറത്തെ സൈഡാണ് ഒമാൻ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കടലൊരു അത്ഭുതമാണ്. കടലിലെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ്. എത്ര നേരം കടലിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ കാഴ്ചകൾ ഇങ്ങനെ പുതിയ പുതിയ കാഴ്ചകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു സ്ഥലം കൂടിയാണ് കടൽ. എന്തായാലും പരമാവധി ആൾക്കാർ കാണാൻ ശ്രമിക്കുക. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണാം.